വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണത്തിനനുബന്ധിച്ച് 2022 ഏപ്രിലിൽ 24 വില്ലേജുകളിലായി ജനങ്ങളിൽ നിന്നും സ്ഥലങ്ങൾ സ്വീകരിച്ചിരുന്നു. നാളിതുവരെയായി യാതൊരു തരത്തിലുള്ള പണമോ വസ്തുക്കളോ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ വസതിയുടെ മുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധ ധർണയും ജാഥയും നടക്കുകയാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന് വേണ്ടി 24 വില്ലേജുകളിലെ സ്ഥലം ഏറ്റെടുക്കാനുള്ള 3A വിജ്ഞാപനം 2022 പുറപ്പെടുവിക്കുകയും യുദ്ധകാല അടിസ്ഥാനത്തിൽ 2023 11 വില്ലേജുകളിലെ വസ്തു ഉടമകളിൽ നിന്ന് ഒറിജിനൽ ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഔദ്യോഗികമായ അനാസ്ഥ കാരണം മറ്റു ജില്ലകളിലെ 3A വിജ്ഞാപനം റദ്ദാക്കുകയും ചെയ്തു. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ തുക നഷ്ടപരിഹാരമായി ലഭിക്കും എന്ന മോഹന വാഗ്ദാനങ്ങളാണ് അധികൃതർ നൽകിയത്. നടപടിക്രമങ്ങളുടെ ഒരു ഘട്ടത്തിലും എത്ര തുകയാണ് വസ്തുവിനും കെട്ടിടങ്ങൾക്കും ലഭിക്കുക എന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഉടൻ തന്നെ നഷ്ടപരിഹാര തുക ലഭിക്കുമെന്ന അധികൃതരുടെ വാക്ക് വിശ്വസിച്ച് കരാർ കാലാവധിക്കുള്ളിൽ ഇടപാട് നടക്കാത്തതിന് കാരണം തുക നഷ്ടപ്പെട്ട് കടക്കണിയിൽ പെടുകയും ചെയ്തു. മാസങ്ങളോളം അനക്കമില്ലാതിരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 3 മാസങ്ങൾക്ക് മുൻപ് വീണ്ടും സ്ഥലം ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. 2022 ഒക്ടോബർ മാസമാണ് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിൻ്റെ ആദ്യത്തെ വിജ്ഞാപനം പുറത്തു വരുന്നത്. അത് വന്ന് 2 വർഷവും 1 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. നാളിതുവരെയായിട്ട് ഈ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള നഷ്ടപരിഹാരത്തിൻ്റെ തോത് നിശ്ചയിക്കാനോ അതിൻ്റെ തുക തീരുമാനിക്കാനോ അത് കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈ 2 വർഷത്തിലേറെയായി സ്വന്തം ഭൂമി അനുഭവിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് സത്വരമായ നടപടി സ്വീകരിക്കണം. ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിൻ്റെ സർവീസ് റോഡ് ആര് നിർമ്മിക്കണം, കേന്ദ്രമാണോ കേരളമാണോ എന്ന തർക്കമാണ് നടക്കുന്നത്. 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ പാവപ്പെട്ട ഭൂ ഉടമകൾ എന്തിനാണ് ആ തർക്കത്തിൽ ഇടയിൽപ്പെട്ട് അതിനിരയാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തർക്കങ്ങൾ എന്ത് തന്നെ ഉണ്ടായിക്കൊള്ളട്ടെ, അത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ അതിനിടയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടുന്നതിനെക്കുറിച്ച് അന്തിമമായി തീരുമാനമെടുത്ത് അത് കൊടുക്കാനുള്ള നടപടിയാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമിക്ക് നിലവിലുള്ള മാർക്കറ്റ് വില അടിസ്ഥാനമാക്കി ന്യായമായ മാർക്കറ്റ് വില നഷ്ടപരിഹാരമായി അനുവദിക്കുക. കെട്ടിടങ്ങളുടെയും മറ്റു നിർമ്മിതികളുടെയും കാലപ്പഴക്കം പരിഗണിച്ച് നഷ്ടപരിഹാര തുക നിർണ്ണയിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കുക. 3A വിജ്ഞാപനം റദ്ദായ വില്ലേജുകളിൽ മുൻ വിജ്ഞാപന തീയതി കണക്കാക്കി നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ അറിയിക്കാനാണ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലെ ഈ പ്രതിപക്ഷ മാർച്ചും ധരണയും. 1.5 വർഷമായി ഞങ്ങൾ പ്രമാണം കൊടുത്തിട്ട്, അപ്പം ഉടനെ ജൂണിൽ പൈസ തരാന്ന് പറഞ്ഞു. ഇതുവരെയും തന്നില്ല. ഇപ്പം തന്നെ 2 വർഷം കഴിഞ്ഞു നമ്മൾക്ക് എല്ലാം വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെയൊന്നും പെരടം വാങ്ങിക്കാൻ പറ്റില്ല, അവിടെയൊക്കെ വില കൂട്ടി. അപ്പം ഇവരിങ്ങനെ കുറച്ച് തന്നാൽ ഞങ്ങൾ എങ്ങനെ വീടും വയ്ക്കും, ഞങ്ങൾ എങ്ങനെ പെരടം വാങ്ങിക്കും? വസ്തുക്കളെല്ലാവരും അവിടെയൊക്കെ 5ഉം 10ഉം അങ്ങനെ അതേ ഉള്ളൂ. അപ്പം അതിന് ഞങ്ങൾക്ക് എടുക്കണേന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം തരണം. അങ്ങനെയാണ് ഞങ്ങൾ അതിനിപ്പം പറഞ്ഞത്. ഞങ്ങൾ 29 ഞങ്ങൾ അവിടെ പോയിരുന്നു നാഷണൽ ഹൈവേയിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിനിറങ്ങിയത് മന്ത്രിയോട്. അപ്പം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നെ അതിനായിട്ട്. ഞങ്ങൾക്കൊരു വീട് വെക്കണമെങ്കിൽ നമുക്ക് എത്ര ലക്ഷം രൂപയാണ് ഇപ്പം നമുക്ക് ഇരിക്കണോടത്തോളം ഒരു വീട് വേണമെങ്കിൽ. നിങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം, മാർക്കറ്റ് വിലയുടെ ഇരട്ടി തുക ഈ നഷ്ടപരിഹാരമായി നൽകും, ഉറപ്പാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആളുകൾ പൊതുജനം ഇതിനെല്ലാം വികസനത്തിനാരും എതിരല്ല. വികസനമായതുകൊണ്ട് അതിലേക്ക് ഭൂമി വിട്ടുകൊടുക്കാമെന്നാണ് എല്ലാവരും തയ്യാറായത്. ഇപ്പോൾ അത് 2 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ 13 വില്ലേജുകൾക്ക് ഇവർ 3D നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല. അതിപ്പോൾ പുതുക്കി 22/11/2024 പുതിയ നോട്ടിഫിക്കേഷൻ വന്നത്. ആ പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് അതിനു മുമ്പേ ഈ NH പറഞ്ഞിട്ടാണ് കെട്ടിടങ്ങൾക്ക് വയസ്സ് നോക്കി വില നിശ്ചയിക്കണം എന്ന് വന്നത്. അതിൽ പറയുന്നത് 1 ലക്ഷം രൂപയുടെ നിർമ്മിതിക്ക് 6% വെച്ച് ഓരോ വർഷവും മന്ത്രി അറിയണം. ഈ മന്ത്രിക്ക് കൊടുക്കുന്ന നിവേദനങ്ങൾ മന്ത്രി കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്തൊക്കെയാണ് കൊടുത്തിട്ട് വരുന്നത്. നമ്മുടെ കൂടെ ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു രാഷ്ട്രീയമോ ഒരു മതമോ ഒരു ജാതിയോ ഒരു വിവേചനവും കൂടാതെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം
നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ വീടും കുടിയും നഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങേണ്ടി വന്നപ്പോ മറ്റ് ഗത്യന്തരമില്ലാതെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. രൂപയുടെ കണക്കിൽ കണക്ക് കൂട്ടിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസനം ഈ നാട്ടിൽ വരാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ പാവപ്പെട്ട ആളുകൾ ആ വികസനത്തിന് വഴിയൊരുക്കുന്നത്, ത്യാഗം സഹിക്കുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്നത്, ത്യജിക്കുന്നത്. ഈ 7000-ഓളം വരുന്ന ഭൂ ഉടമകൾ മാത്രമാണ്. ഉത്തരവിറങ്ങുന്ന ആർക്കും, ഈ ഉത്തരവിറക്കുന്ന ഒരാൾക്കും 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ വസ്തുത. കേന്ദ്രമാണ് ഇതിന് ഉത്തരവാദിത്തമെന്ന് സംസ്ഥാനവും, സംസ്ഥാനമാണ് ഇതിന് ഉത്തരവാദി എന്ന് കേന്ദ്രവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. ജനങ്ങൾ ഈ അവസ്ഥയിൽ ആരോടാണ് ഇത് ചോദിക്കേണ്ടത്?